അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1472 സൂറത്തുൻ നഹൽ 106 മുതൽ 109 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون لا جرم أنهم في الآخرة هم الخاسرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. من كفر بالله ആരെങ്കിലും അല്ലാഹുവിനെ നിഷേധിച്ചാൽ മിൻ ബഅദി ഈമാനിഹി അവൻ അല്ലാഹുവിനെ വിശ്വസിച്ചതിന് ശേഷം ഇല്ലാ മൻ ഉക്രിഹ നിർബന്ധിക്കപ്പെട്ടവൻ ഒഴിച്ച് വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ അവന്റെ ഹൃദയം വിശ്വാസവും കൊണ്ട് സമാധാന മനസ്കനാണ്. അതായത് ശരിക്കും അവന്റെ മനസ്സിൽ വിശ്വാസമുണ്ട്, എന്നിട്ട് നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് പരസ്യമായി വിശ്വാസത്തിനെതിരെ പറഞ്ഞവനൊഴിച്ച്. വലാകിമ്മൻ ശറഹബിൽ കുഫ്രി സദറ പക്ഷെ സ്വമേധയാ അവിശ്വാസത്തെ മനസ്സുകൊണ്ട് വരിച്ചവൻ, അഥവാ മനസ്സിൽ അവിശ്വാസം ശരിയായി അംഗീകരിച്ചുകൊണ്ട് അവിശ്വസിച്ച ആള്, ഫഅലൈഹിം അവരുടെ മേലിലുണ്ട് ഗളബും മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള കോപം, വലഹും അദാബുൻ അദീം അവർക്ക് വേദനാജനകമായ വലിയ ശിക്ഷയുമുണ്ട്. ദാലിക അങ്ങനെ അവർക്ക് ശിക്ഷയുണ്ടാവാനും അല്ലാഹുവിന്റെ കോപം ഏറ്റുവാങ്ങാനും കാരണം ബിഅന്നഹു മുസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ ഭൗതിക ജീവിതത്തെ പാരത്രിക ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ടും വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ സത്യനിഷേധികളായ ഒരു സമൂഹത്തെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്ന കാരണം കൊണ്ടുമാണ്. ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം അക്കൂട്ടർ അവരുടെ ഹൃദയത്തിന്റെ മേലിൽ അല്ലാഹു സീല് വെച്ച വിഭാഗമാണ്. വസംഅഹിം അവരുടെ കേൾവിയുടെ മേലിലും അബ്സാരിഹിം അവരുടെ കാഴ്ചകളുടെ മേലിലും കണ്ണുകളുടെ മേലിലും അല്ലാഹു സീല് വെച്ചു എന്ന് പറഞ്ഞാൽ സത്യം കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്ത വിധത്തിൽ അവരെ അങ്ങേയറ്റം സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരായി. വഉലൈക ഹുമുൽ ഗാഫിലൂൻ അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ. കാര്യങ്ങളുടെ ശരിയായ അവസ്ഥകൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്തവർ. ലാ ജറമ സംശയമില്ല അന്നഹും നിശ്ചയം അവർ ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ പരലോകത്ത് അവർ തന്നെയാണ് പരാജയപ്പെട്ടവർ എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അല്ലാഹു പറഞ്ഞു. പടച്ച തമ്പുരാൻ കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യനിഷേധത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ വളരെ ഗുരുതരമാണെന്നും വിശ്വാസത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത സംഗതികളുമായി മുന്നോട്ടു പോകുന്നവർ വളരെ ഗൌരവത്തോടുകൂടെ കാര്യങ്ങളെ കാണണമെന്നും വിശദീകരിച്ചുവല്ലോ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾക്ക് വലിയ ശിക്ഷയുണ്ടെന്നും വേദനാജനകമായ ശിക്ഷയുണ്ടെന്നും സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവർ, കള്ളം പറയുന്നവർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ വളരെ മോശമായ നിലപാടിലാണെന്നും അല്ലാഹു തആല നേരത്തെ വിശദീകരിച്ചപ്പോ അതിന്റെ ഒരു വിശദാംശം ഒന്നുകൂടി നാവുകൊണ്ട് മാത്രം അവിശ്വാസത്തിന്റെ വാചകം പറയേണ്ട ഒരു അനിവാര്യത ഒരാൾക്കുണ്ടായാൽ അവന് ആ പറഞ്ഞ സംഗതി ബാധകമല്ല എന്നും, അതേസമയത്ത് നാവും മനസ്സും ഒരുപോലെ അവിശ്വാസത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ടായാൽ അവരുടെ കാര്യം വളരെ അപകടമാണ് എന്നും ഉണർത്താനാണ് അല്ലാഹു തആല ഇത് പറയുന്നത് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. നോക്കൂ, ഈ സൂക്തം
അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം ഞാൻ വിശ്വാസം ഒഴിവാക്കിയെന്ന് നാവുകൊണ്ട് പറയേണ്ടി വരുന്നു ചില ആളുകൾക്ക്. എന്നാൽ ഹൃദയം വിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണ്. സത്യവിശ്വാസത്തിന്റെ രാജവീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഭൗതികമായ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഞാൻ അത് വിശ്വാസം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്നു. അങ്ങനെ മനസ്സിൽ വിശ്വാസമുണ്ടാവുകയും നിവൃത്തികേടുകൊണ്ട് നാവുകൊണ്ട് അതിനെതിരിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഒരാൾക്ക് വന്നാൽ അതിന്റെ പേരിൽ അവന്റെ വിശ്വാസത്തിന് എന്തെങ്കിലും കളങ്കം സംഭവിക്കുകയോ അവൻ പരലോകത്ത് നഷ്ടത്തിലാവുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല ഇവിടെ ഉണർത്തിയിരിക്കുകയാണ്. മറിച്ച് നഷ്ടത്തിലാകുന്നതും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും നാവുകൊണ്ടും മനസ്സുകൊണ്ടും അവിശ്വാസത്തെ വരവേൽക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അതുപോലെ തഫ്സീർ ഖാസിൻ ഒക്കെ പറയുന്നത് വിശദീകരിക്കുന്നത് നമുക്കിങ്ങനെ കാണാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ യാസിർ റളിയല്ലാഹു അൻഹു, ഉമ്മ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മുസ്ലിംകളുടെ കൂട്ടത്തിലെ വളരെ സാധുക്കളായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാവങ്ങളുണ്ട്, സാധുക്കളുണ്ട്. ആ ആളുകളെല്ലാം മക്കത്തെ മുശ്രിക്കുകൾ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു, പീഡിപ്പിച്ചിരുന്നു. അപ്പൊ പീഡനം സഹിക്കവയ്യാതാകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ ചില ഘട്ടത്തിൽ അധികാളുകളും നന്ന ധൈര്യത്തോടുകൂടെ പിടിച്ചു നിന്നു. ഇവനെ ഈ വിധത്തിലുള്ള പീഡനങ്ങളിലൊന്നും തന്നെ അവർ വശംവശരായില്ല. എന്തു ചെയ്താലും വിശ്വാസത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ചു. ബിലാൽ റളിയല്ലാഹുവിന്റെ ഒക്കെ ത്യാഗ സന്നദ്ധതയുടെ വല്ലാത്ത ഉദാഹരണം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹുവിന്റെ മോൻ അമ്മാർ എന്നവർ, അവരെ മുശ്രിക്കുകൾ പിടികൂടി. തന്നെ പിടിച്ചു, തന്റെ വാപ്പയായ യാസിർ റളിയല്ലാഹുവിനെയും ഉമ്മയായ സുമയ്യ ബീവിയെയും പിടിച്ചു. അതുപോലെ തന്നെ മഹാനായ സുഹൈബിനു റൂമി റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു എന്നിവരെയൊക്കെ അവർ പിടികൂടി. മുസ്ലിങ്ങളായി എന്ന് മനസ്സിലായ ആളുകളൊക്കെ പിടികൂടി. അങ്ങനെ ഫഅദബൂഹും ലിയർജിഉ അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് മടങ്ങാനായി, ഇസ്ലാം ഒഴിവാക്കാനായിട്ട് അവർ ഈ സാധുക്കളായിട്ടുള്ള ആളുകളെ വല്ലാതെ ശിക്ഷിച്ചു, ഉപദ്രവിച്ചു, ദേഹോപദ്രവമേൽപ്പിച്ചു, അങ്ങേയറ്റം വേദനിപ്പിച്ചു. അസഹ്യമായ വേദനകൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം അവർ അനുഭവിക്കേണ്ടി വന്നു. ഫഅമ്മാ സുമയ്യത്തു ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, ഫഇന്നഹാ റുമിത്തത്തു ബൈന ബഅയറൈൻ, രണ്ട് ഒട്ടകങ്ങൾക്കിടയിൽ കെട്ടിയിടപ്പെട്ടു അവർ. എന്നിട്ട് അവരുടെ മുൻദ്വാരത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അടിക്കുകയും അത് ആ ഗുഹ്യഭാഗത്തുകൂടെ കയറ്റി അതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടവർ രക്തസാക്ഷിയാവുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. അവന്റെ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹുവും അതേപോലെ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ആദ്യത്തെ രക്തസാക്ഷികൾ ഈ രണ്ട് ഭാര്യയും ഭർത്താവുമാണ് എന്ന് കാണാം. എന്നാൽ ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? തൽക്കാലം ഇവരുടെ അസഹ്യമായ ശിക്ഷകൾ സഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോ മഹാൻ അവരുദ്ദേശിക്കുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ നാവുകൊണ്ട് പറഞ്ഞു. അതാണ് അമ്മാറുൻ ഫഇന്നഹു അഅതാഹും ബഅദമാ അറാദു ബിലിസാനിഹി മുക്റഹ. അമ്മാർ റളിയല്ലാഹു അൻഹു അവരുദ്ദേശിക്കുന്ന ചില വാചകങ്ങൾ, അതായത് ഇസ്ലാം ഒഴിവാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നൊക്കെ പറയാൻ വേണ്ടി അവര് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ നിർബന്ധിതനായിട്ട്, മനസ്സ് തീരെ അതിനോട് യോജിക്കുന്നില്ല, പക്ഷേ ഇവരുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു ചില വാക്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫഇന്നഹും ഖാലൂ ലഹു കുഫ്റു ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കണം, തങ്ങളെ കൊണ്ട് കാഫിറാവണം എന്നവർ പറഞ്ഞു. അങ്ങനെ ഫബായഅഹും അലാ ദാലിക വഖൽബുഹു കാരിഹ്,
മനസ്സങ്ങേയറ്റം വിഷമത്തോടുകൂടെയും വെറുപ്പോടുകൂടെയും തന്നെ അവർ പറഞ്ഞതുപോലെ ഞാൻ വിശ്വാസം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചു. ഫഉഖ്ബിറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്ന അമ്മാറൻ കഫർ, അമ്മാർ ഇബ്നു യാസിർ അവിശ്വാസിയായിരിക്കുന്നു എന്ന വാർത്ത നബി തങ്ങൾക്ക് അറിയിക്കപ്പെട്ടു. അത് അറിയിക്കപ്പെട്ടപ്പോൾ ഫഖാല തങ്ങൾ പറഞ്ഞു, കല്ല, ഒരിക്കലുമില്ല, ഇന്ന അമ്മാറൻ മുലി ഈമാനൻ മിൻ ഖമിൻ ഖറനിഹി ഇലാ ഖദമിഹി, അദ്ദേഹത്തിന്റെ നെറുകു മുതൽ കാൽപാദം വരെ, തല മുതൽ കാലുവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുടനീളം വിശ്വാസം നിറക്കപ്പെട്ടിരിക്കുകയാണ്. വഖ്തലത്തൽ ഈമാനു ബിലഹ്മിഹി വദമിഹി, അദ്ദേഹത്തിന്റെ രക്തവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാംസവും ഒക്കെ ആയിട്ട് സത്യവിശ്വാസം ശരിക്കും ഇഴകിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട എന്ന്. അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹു സമയം കിട്ടിയപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. വഹുവയബ്കി, മുത്തനബിന്റെ അടുത്ത് വരുമ്പോ മഹാനവറുകൾ വല്ലാതെ കരയുന്നുണ്ട്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ വറാഅക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തൊക്കെയാ വർത്താനം, എന്തൊക്കെയാണ് വിവരങ്ങൾ? അപ്പൊ അമ്മാർ എന്നവർ പറഞ്ഞു, ഷർറുൻ യാ റസൂലല്ലാഹ്, നബിയെ നല്ലതൊന്നും പറയാനില്ല, വല്ലാത്ത വിഷമകരമായ സാഹചര്യമാണ്. നിൽത്തു മിങ്ക വദക്കർത്തു, നബിയെ തങ്ങളെപ്പറ്റി പറയാൻ പറ്റാത്ത എന്തൊക്കെയോ ഈ കശ്മലന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ മുത്തനബി ചോദിച്ചു, കൈഫ വജത്ത കൽബക, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എങ്ങനെ എത്തിച്ചു? അതായത് ഇതൊക്കെ പറയുമ്പോഴും മനസ്സിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ നാവുകൊണ്ട് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാണോ? അപ്പൊ കാല അമ്മാർ യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്മഇന്നം ബിൽ ഈമാൻ, നബിയെ എന്റെ മനസ്സ് നിറയെ വിശ്വാസം കൊണ്ടുള്ള സമാധാനമുണ്ട്, എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ട്, അള്ളാഹു എന്നെ കൊടുക്കൂല എന്ന പ്രതീക്ഷയുമുണ്ട്. പക്ഷെ നാവ് കൊണ്ടങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നതിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. അപ്പൊ ഫജഅല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ഐനൈഹി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണും തടവിക്കൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് വഖാല, കാരുണ്യത്തിന്റെ ആൾരൂപമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ ആദൂ ലക ഫഉദ് ലഹും ബിമാ ഖുൽത, ഇനി വീണ്ടും ഇങ്ങനെ പറയാൻ അവർ നിന്നോട് ആവശ്യപ്പെട്ടാലും അമ്മാറെ നിങ്ങളങ്ങനെ പറഞ്ഞോളൂ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസവും വരാനില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമുണ്ട്. നാവ് കൊണ്ട് നിവൃത്തികേട് കൊണ്ടങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെട്ടാൽ അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിന് തകരാറൊന്നും വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഈ സൂക്തം ഇറങ്ങുന്നത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ അല്ലാഹുവിനെ നിഷേധിച്ചാൽ, ഇല്ലാമന്നു ക്രിഹ, നിർബന്ധിക്കപ്പെട്ടവനൊഴിച്ച്, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവന്റെ മനസ്സ് സത്യവിശ്വാസം കൊണ്ട് സമാധാനചിത്തനാണ്. ആ നിലക്ക് മനസ്സിന് വിശ്വാസമുണ്ട്, നാവുകൊണ്ട് പക്ഷേ വിശ്വാസക്കേട് പ്രഖ്യാപിച്ചു. അങ്ങനത്തെ ആളുകൾ ഒഴിച്ച് അവരുടെ ആ പ്രഖ്യാപനം കൊണ്ട് അവർ അവിശ്വാസിയാവുന്നില്ല, കാഫിറാകുന്നില്ല. വലാകിമ്മൻ ശറഹ ബിൽ കുഫ്രി സദറ, പക്ഷേ കുഫർ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തവൻ അവനാണ് കാഫിർ. അങ്ങനെയുള്ള ആളുകൾ ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള കടുത്ത ദേഷ്യമുണ്ടാകും. വലഹും അദാബുൻ അദീം, വലിയ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത താക്കീതിന്റെ ശൈലിയാണ് ഇവിടെ പറയുന്നത്. മനസ്സിൽ അവിശ്വാസം ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് നിഷേധത്തിന്റെ ശൈലി സ്വീകരിച്ച ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ കാത്തിരിക്കുന്നത് പടച്ചവന്റെ ദേഷ്യവും അതോടൊപ്പം തന്നെ കടുത്ത ശിക്ഷയുമാണ്. ആ ശിക്ഷ എന്ന് പറയുന്നത് പാരത്രിക ജീവിതത്തിലെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവൻ ആഴ്ത്തപ്പെടുക എന്നതായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ദാലിക, ഇങ്ങനെ ഇവർക്ക് ശിക്ഷ വരാൻ കാരണം, അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടാനും കാരണം, ബിഅന്നഹു മുസ്തഹബ്ബുൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ, അവര് പാരത്രിക ജീവിതത്തെക്കാൾ ദുനിയാവിനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ടാണ്. ഭൗതിക ലോകത്തെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി
അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കുക എന്ന ബുദ്ധിശൂന്യത കാണിച്ചവരാണിവർ എന്ന കാരണം കൊണ്ട് ആണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകൾ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിഷേധികളായിട്ടുള്ള വിഭാഗത്തെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല എന്ന കാരണം കൊണ്ടുമാണ്. അതായത് നിഷേധം മനസ്സിൽ ശരിയാവണ്ണം നൂടുറച്ചു പോയിട്ടുള്ള ആളുകൾ അവര് പിന്നെ അവിശ്വാസത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രഖ്യാപിക്കും. ദുനിയാവിന്റെ നേട്ടം ആണ് അവർക്ക് അവരുടെ മുന്നിലുള്ളത്. പരലോകം രക്ഷപ്പെടണമെന്ന ചിന്ത അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന ഒരു ഒരുക്കം അതൊന്നും അവരുടെ ഭാഗത്തുനിന്നില്ല. അവർക്ക് ദുനിയാവിന്റെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അതരക്കിട്ടുറപ്പിക്കണമെന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ. ആ വിധത്തിൽ മനസ്സ് അങ്ങേയറ്റം മലിനമായി പോയ ആളുകൾ ഉലൈക്കല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ മേലിലും വസംഅഹിം, അവരുടെ കാതുകളുടെ മേലിലും വഅബ്സാരിഹിം, അവരുടെ കണ്ണുകളുടെ മേലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ അവരുടെ കണ്ണുകൊണ്ട് സത്യം കാണാനാവാത്ത വിധം, അവരുടെ കാതുകൊണ്ട് ശരി കേൾക്കാനാവാത്ത വിധം, അവരുടെ കണ്ണുകൊണ്ട് നേര് കാണാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ പരിസരം മുഴുവനും അവിശ്വാസത്തിന്റെ ഇരുട്ട് പരക്കുക എന്ന അതിദയനീയമായ സാഹചര്യമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട്ടം ആളുകളൊന്നും ചിന്തിക്കില്ല. വൗലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധന്മാർ തന്നെയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് അവർ ആലോചിക്കില്ല. ഇത്തരത്തിൽ ഞങ്ങൾ ഈ നിഷേധത്തിന്റെ സ്വഭാവവുമായി മുന്നോട്ടു പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന വരുംവരായികകളെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും അവരാലോചിക്കുന്നില്ല. അതിനെക്കുറിച്ചെല്ലാം അവർ അശ്രദ്ധരാണ്. എന്നാൽ ലാജറമാ, നിസ്സംശയം പറയാം, ഒരു സംശയവുമില്ലാതെ പറയാം, അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ, നിശ്ചയം പരലോകത്തവർ പരാജയപ്പെട്ടവർ തന്നെയാണ് എന്ന വസ്തുത നമുക്ക് നിസ്സംശയം പറയാം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞു. അപ്പോ നമ്മുടെ മനസ്സിൽ വിശ്വാസമില്ലാതെ ഒരാൾ വിശ്വാസത്തിന്റേതായിട്ടുള്ള ശൈലിയിൽ നിന്ന് പുറത്തു കടന്നാൽ അവനെ കാത്തിരിക്കുന്നത് കടുത്ത പരാജയവും അതേപോലെ വല്ലാത്ത ശിക്ഷയുമാണ്. അതേസമയം ഒരാൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അവൻ വിശ്വാസിയാണ്, മനസ്സിൽ നിറയെ ഈമാൻ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ നാവ് കൊണ്ട് അവിശ്വാസത്തിന്റേതായിട്ടുള്ളൊരു വാക്ക് പറയേണ്ടി വന്നു. അങ്ങനെ പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഞാൻ അവിശ്വാസിയാണ് എന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വന്നു അക്രമികളെ ബോധ്യപ്പെടുത്താൻ, അവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ട് ചെയ്താൽ മനസ്സ് വിശ്വാസം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അവര് പരലോകത്ത് കുടുങ്ങുകയില്ല. പരലോകത്ത് അല്ലാഹു തആല അവരെ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തുകയില്ല. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ തെറ്റായ വാചകങ്ങൾ പറയാൻ വേണ്ടി നിർബന്ധിക്കപ്പെടും ചിലപ്പോ. പക്ഷെ മനസ്സിൽ നമുക്കത് പറയണമെന്ന് താല്പര്യമില്ല. നിവൃത്തികോടുകൊണ്ട് പറയുകയാണ്, മനസ്സ് നിറയെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വാക്ക് നിർബന്ധിതനായി പറയേണ്ടി വന്നാൽ അവിടെ നമ്മൾ പൊരുതി മരിക്കുകയാണോ വേണ്ടത്? അതല്ല തൽക്കാലം ഇങ്ങനെയുള്ളൊരു വാക്ക് പറഞ്ഞ് നമ്മുടെ സുരക്ഷിതത്വം നോക്കുകയാണോ വേണ്ടത്? രണ്ടും പറ്റുമെന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അവിശ്വാസത്തിന്റേതായിട്ട് ഞാൻ വിശ്വാസിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാചകം ഒരാളിൽ നിന്ന് വന്നാൽ ആ വരുന്നതിന്റെ പേരിൽ ഒരിക്കലും തന്നെ അവനെ പരാജയപ്പെട്ടവനായോ നശിച്ചവനായോ പ്രഖ്യാപിക്കണ്ട. ഇപ്പൊ നമുക്കറിയാമല്ലോ, അക്രമികളുടെ മുന്നിൽ ചെന്നുപെട്ട സഹാബത്തിന്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് അവരുദ്ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമാം ഇബ്നു അബീ ശൈബ തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളൻ പ്രവാചകനാണ് എന്ന് വാദിച്ചു വന്നില്ലേ, അവന്റെ അടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബികളെ കിട്ടി. അപ്പൊ രണ്ടാളോടും അവൻ ചോദിച്ചു, മാ തഖൂലു ഫീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫമാ തഖൂലു ഫിയ്യ, എന്റെ വിഷയത്തിൽ എന്താ നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പോ ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൻത അയ്ളൻ, നിങ്ങളും എന്ന് പറഞ്ഞു. നിങ്ങളും എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താണ് ഒന്നും പറഞ്ഞില്ല. അപ്പോ നിങ്ങളും പ്രവാചകരാണ് എന്ന് പറഞ്ഞതായിട്ട് ആർക്ക് തോന്നി? ഇവന് തോന്നി. അപ്പൊ ഫഖല്ലാഹു,
ആ പറഞ്ഞ സഹാബി ആര് വെറുതെ വിട്ടു? മുസൈലിമത്തുൽ കദ്ദാബ് വെറുതെ വിട്ടു, അയാളൊന്നും ചെയ്തില്ല. വഖാലലിൽ ആഖരി, മറ്റേയാളോട് ചോദിച്ചു മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ പറയണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫമാ തഖൂലു ഫിയ്യ, എന്നെ പറ്റി എന്താ പറയണമെന്ന് വെച്ചപ്പോ ഫഖാല, ബഹുമാനപ്പെട്ട സഹാബി പറഞ്ഞു അസമ്മു, എനിക്കൊന്നും കേൾക്കണില്ല, എനിക്കൊന്നും കേൾക്കണില്ല എന്ന് പറഞ്ഞു. 3 തവണ അത് ആവർത്തിച്ചു. ഈ ചോദ്യവും കേൾക്കണില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഇയാളൊന്ന് പ്രതികരണത്തിലൂടെ ഒന്ന് മോശാക്കി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഫഖതലഹു, ആ സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അയാൾ കൊന്നു, ഈ മുസ്ലിമ കൊന്നു കളഞ്ഞു. അങ്ങനെ മുത്തുനബിന്റെ അടുത്ത് ഈ വിവരം കിട്ടി, രണ്ടാളുടെയും വിവരം എത്തി. അതായത് ഒരാൾ തൽക്കാലം ഒരു വാക്ക് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്, മറ്റയാള് അയാൾ ശരി പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. മുത്തുനബി അമ്മൽ അമ്മൽ ഫഖദ് അഖദ റുഖ്സത്തില്ല. ആദ്യം പറഞ്ഞ ആള് അള്ളാഹു നൽകിയ ഒരു ചെറിയ ഇളവ്, അതായത് ചില നിർബന്ധിത സാഹചര്യത്തിൽ ആ ഇളവ് പ്രയോഗിക്കാം, ആ ഇളവെടുത്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു കുഴപ്പമല്ല. അതേസമയത്ത് രണ്ടാമത്തെ ആൾ അമ്മസാനി, രണ്ടാമത്തെ ആൾ അയാൾ ശരിയും സത്യവും എന്ത് ചെയ്തു? പരസ്യമായി പ്രഖ്യാപിച്ചു. ഫഹനി അല്ലഹു, അദ്ദേഹത്തിനെല്ലാ മംഗളങ്ങളും എന്ന് മുത്തുനബി പറഞ്ഞു. അപ്പോ ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ 2 റൂട്ടും സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്, വിശ്വാസികൾക്ക് അവകാശമുണ്ട്. പിന്നെ പ്രശ്നം എന്താണ്? മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റേതായിട്ടുള്ള ശൈലിക്ക് ഇളക്കം തട്ടാതിരിക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വാക്ക് പറയേണ്ടി വന്നാൽ ആ വാക്ക് പറഞ്ഞതിന്റെ പേരിലൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ മുസ്ലിം അല്ലാതാവുകയോ ചെയ്യുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉണർത്തിയിരിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ ഈമാൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെ അതിനാവശ്യമായ നിലപാടെടുക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.